ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ ഗ്രേവിയാണ് കാണിക്കുന്നത്. നമ്മളെപ്പോഴും ഒരേ സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവി തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും അല്ലേ? അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയാൽ പ്ലേറ്റ് കാലിയാവുന്നത് നമ്മൾ അറിയേയില്ല. ഇത് റൈസിൻ്റെ കൂടെ മാത്രമല്ല, നാന്, ചപ്പാത്തി, പൊറോട്ട എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും നല്ല ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര്, യോഗട്ട് എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഒരു 10-15 മിനിറ്റ് ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ മുകളിലൊക്കെ ഒരു വൈറ്റ് കളർ കണ്ടില്ല, ഇത് നല്ല നെയ്യുള്ള ചിക്കനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ബോൺ ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മളിതിൻ്റെ മസാല റെഡിയാക്കാൻ പോവുകയാണ്. ഇതേ സെയിം ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്, ഇനി സാൾട്ടഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് വന്ന ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. വലിയ സവാളയാണെങ്കിൽ ഒന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവും വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് 1 തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇത്. 1 തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കൂടുതൽ പുളിയുടെ ആവശ്യമില്ല. നമ്മൾ അല്ലെങ്കിൽ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് തൈരും നാരങ്ങാനീരൊക്കെ ചേർത്തതാണ്, അപ്പോൾ ആവശ്യത്തിന് പുളി അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കരിഞ്ഞു പോവാതിരിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറും വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മളൊരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ചിക്കൻ ഓൾറെഡി വെന്തത് തന്നെയാണ്, പക്ഷേ നമ്മൾ ഈ ചിക്കനും ഈ ഗ്രേവിയും കൂടി ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി ഞാൻ ഈ ചിക്കൻ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് ഒരു 10-20 അണ്ടിപ്പരിപ്പ് അരച്ച് ക്രീമാക്കി എടുക്കാൻ പോവുകയാണ്. ആദ്യം ഞാനിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയുള്ളൂ, എന്നാലേ ഇത് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും ഗ്രേവിയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ നേരത്തെ അരച്ച് ക്രീമാക്കി എടുത്ത അണ്ടിപ്പരിപ്പില്ലേ, ആ ഒരു മിശ്രിതമാണ്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ
ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് കയ്യിലിട്ടൊന്ന് തിരുമ്മി പൊടിച്ചതാണ് കസൂരി മേത്തി. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഈ ക്രീമിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മുടെ ചിക്കൻ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മിശ്രിതം നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ക്രീമിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ചേർക്കാം. വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, കുക്കിംഗ് ക്രീമാണ് ചേർക്കേണ്ടത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തും വിധം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലും നല്ല ഒരു കിടിലൻ ടേസ്റ്റുമാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.